നമസ്കാരം. നമുക്കാദ്യം ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ോ 2026 ഫിലിം ഫെയർ അവാർഡ് സൗത്ത് എറണാകുളത്ത് വെച്ച് നടന്ന ചടങ്ങിലുള്ള ഒരു സംഭവമാണ്. ഈ അവാർഡ് നിശയിൽ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്കൊപ്പം മത്സരാർത്ഥികളായിട്ടുണ്ടായിരുന്നതൊന്ന് ആസിഫ് അലിയും രണ്ടാമതൊന്ന് ബേസിൽ ജോസഫുമാണ്. അപ്പം നമുക്കറിയാം ഇവരുടെയൊക്കെ, മമ്മൂട്ടിയെ മാറ്റി നിർത്തിയാൽ ഈ പുതുതലമുറയിലെ നടന്മാരുടെ നടന മികവിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവർ പലരും എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞു. ആസിഫ് അലി ആയിക്കോട്ടെ തൻ്റേതായിട്ടുള്ള അഭിനയ വൈത്താര വെട്ടിത്തുറന്ന ഒരു നടനാണ്. അതുപോലെ തന്നെ ബേസിൽ ജോസഫ് സംവിധായകനായി സിനിമയിലേക്ക് വന്നു. പിന്നീട് തൻ്റേതായിട്ടുള്ള അഭിനയ ചാതുര്യത്തോടെ മലയാളിയുടെ ഹൃദയം കൈയടക്കിയ ഒരു വ്യക്തിയാണ്. അല്ലെ, അവസാനം നാം കണ്ട പൊന്മാൻ വരെ ബേസിൽ കസറി എന്ന് പറയാം അഭിനയത്തിൻ്റെ കാര്യം. ഞാൻ അതൊന്നല്ല പറയുന്നത്. മമ്മൂട്ടി ഈ അവാർഡ് നിശയിൽ കാണിച്ച ഒരു മാതൃകയാണ്. ഒരുപക്ഷെ മുമ്പ് മമ്മൂട്ടി അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ തൻ്റെ അഭിനയത്തിൻ്റെ ഏറ്റവും പക്വതയേറിയ ഏറ്റവും വൈവിധ്യമായ റോളുകൾ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, സിനിമാ അഭിനയത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു മാതൃക കാണിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ തനിക്ക് വന്നു ചേർന്ന പുരസ്കാരം, ആ പുരസ്കാരം രണ്ട് യുവനടന്മാരുമായി സാങ്കേതികമായിട്ടല്ലെങ്കിൽ കൂടി സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് അത് പങ്കുവെക്കാൻ കാണിച്ച മനസ്സ് വളരെ പ്രധാനമാണ്. അത് യുവതലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ദിശ അല്ലെങ്കിൽ മാനവിക ദർശനത്തിൻ്റെ സമഭാവനയുടെ ചേർത്ത് നിർത്തലുകളുടെ ഒക്കെ ഒരു ദിശ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ സിനിമാ രംഗത്ത് പോലും ജാതി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. പല നടന്മാരും ജാതീയമായിട്ടുള്ള വിവേചനങ്ങളെക്കുറിച്ച് നിരവധി അവസരങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തിലകൻ എന്ന നടൻ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസൻ ഹാസ്യരൂപേണ താൻ അനുഭവിച്ച ജാതിപരമായിട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് വളരെ അധികം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം സിനിമയിലൊക്കെ ഈ ജാതിബോധം വളരെ പ്രധാനമാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ ആധിപത്യം പുലർത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, കാരണം അതിനുള്ള എല്ലാ സാമ്പത്തിക സാഹചര്യങ്ങളുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ആധിപത്യം പുലർത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ജാതി തന്നെയാണ് പ്രശ്നം. ജാതി പ്രാമാണികത്വ ബോധം തന്നെ വളരെ പ്രശ്നമാണ്. അപ്പോൾ ഈ ജാതിയിൽ ഏറ്റവും മേലേ തട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും താഴെ തട്ടിൽ ആൾക്കാർ വേണം. അല്ലെങ്കിൽ തങ്ങൾക്ക് അധികാരം ചെലുത്താൻ, തങ്ങൾക്ക് താഴ്ന്നവരായി കാണാൻ, അല്ലെങ്കിൽ തങ്ങൾ മേലെയാണ് എന്ന് സ്വയം തോന്നാൻ താഴെ തട്ടിൽ ആൾക്കാർ വേണം. ഈ ജാതി പ്രാമാണികത്വ ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം സമത്വം എന്നൊരാശയത്തിന് വലിയ നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടില്ല, വ്യാപകമായിട്ട് അംഗീകരിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക സാമൂഹിക പ്രാമാണികത്വം തന്നെയാണ് നമ്മുടെ സംസ്കാരത്തെ നയിക്കുന്നത്, സാംസ്കാരിക മണ്ഡലത്തിലെ നയിക്കുന്നത്. ഒരിക്കലും എന്തു ചെയ്യില്ല, ജാതിയിൽ താഴ്ന്നവനെ അംഗീകരിക്കാൻ തയ്യാറാവില്ല, അല്ലെ അവൻ ഉയർന്നു വരുന്നത് അംഗീകരിക്കാൻ തയ്യാറാവില്ല.
അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടൻ, മറ്റ് മലയാള നടന്മാർ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് മനസ്സിലാവും. ഓരോ നടനെ എടുത്ത് കഴിഞ്ഞാൽ മറ്റൊരാളും ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറുമെന്ന് തോന്നില്ല. മമ്മൂട്ടി ജന്മം കൊണ്ട് ഇസ്ലാമിക മതബോധ ദർശനങ്ങൾക്കകത്ത് ജീവിച്ചത് കൊണ്ടും അയാളുടെ രാഷ്ട്രീയ സാമൂഹ്യ ദർശനം ഇടത് രാഷ്ട്രീയ സാമൂഹ്യ ദർശനമായതുകൊണ്ടും അദ്ദേഹത്തിന് ആ ഒരു സമതാബോധം എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുക. മമ്മൂട്ടിയുടെ വേറൊരു പ്രത്യേകത, അദ്ദേഹം ഏറ്റവും പുതിയ ആൾക്കാർക്ക്, പുതുമുഖങ്ങൾക്ക്, നവാഗതരായ സംവിധായകർക്ക്, രചയിതാക്കൾക്കെല്ലാം അവസരം കൊടുക്കുന്ന ഒരാളാണ്. എത്രയോ ആളുകൾ ആ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധം പോലും ഞാൻ ഈ പറഞ്ഞ ബോധത്തിൻ്റെ തുടർച്ചയാണ്. പുതിയതിനെ മുന്നോട്ട് വെക്കുക, ആ പുതിയ പരീക്ഷണങ്ങൾക്ക് നിന്ന് കൊടുക്കുക, ആ ഒരു മാറ്റത്തെ, ആ സാമൂഹ്യ മാറ്റത്തെ, സിനിമയിൽ സംഭവിക്കുന്ന മാറ്റത്തെ ഒരു ദൈക്ഷണികനെ പോലെ നോക്കി നിൽക്കുക. അതിൻ്റെ കുസൃതിയും ആ മാറ്റത്തിൻ്റെ ഇതെല്ലാം എന്താണ് ആസ്വദിക്കുക. അതൊക്കെയാണ് ഏറ്റവും ഒരു വ്യക്തിത്വത്തിന് അനിവാര്യമായിട്ടും വേണ്ട ചില സവിശേഷതകളെന്ന് കുറച്ച് പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ബൈ.